നമസ്കാരം. കിളിയൂരിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് പിന്നിൽ ദുരൂഹതകൾ ഏറെയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ബ്ലാക്ക് മാജിക് ആണെന്നതിന് കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. വെളറട സ്വദേശി ജോസിനെ മകൻ പ്രജിൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ മാസം 5-നാണ് അതിക്രൂര കൊലപാതകം നടന്നത്. ഒരുപാട് ഘടകങ്ങൾ ചേർത്ത് വെച്ചപ്പോഴാണ് കൊലപാതകത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നത്. ജോസിനെ കൊല്ലുന്നതിന് മുൻപ് പ്രജിൻ സ്വന്തം ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും നീക്കം ചെയ്തിരുന്നുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. പ്രജിന്റെ മുറിയിലെ ബാത്റൂമിനുള്ളിൽ രോമങ്ങൾ കൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ജോസിനെ കൊന്നത് അതിക്രൂരമാണെന്നാണ് ഭാര്യ സുഷമയുടെ മൊഴി. ജോസിനെ ആക്രമിച്ച സമയം മുതൽ കൊന്നുവെന്ന ഉറപ്പ് വരുത്തുന്നത് വരെ പ്രജിൻ സംസാരിച്ചിരുന്നില്ല. ജോസിനെ കൊന്നതിന് ശേഷം പ്രജിൻ ആദ്യമായി സംസാരിച്ചത് അച്ഛന്റെ സഹോദരൻ ജയനോടാണ്. അങ്കിളെ, ഞാൻ എൻ്റെ അപ്പനെ കൊന്നു എന്നാണ് പ്രജിൻ പറഞ്ഞതെന്ന് ജയൻ പറഞ്ഞു. കോവിഡിനെ തുടർന്നാണ് പ്രജിൻ ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാതെ നാട്ടിൽ മടങ്ങിയെത്തിയത്. പിന്നീടാണ് അഭിനയമോഹവുമായി പ്രജിൻ കൊച്ചിയിലേക്ക് എത്തിപ്പെട്ടത്. കൊച്ചിയിൽ നിന്നും തിരികെ വന്ന ശേഷം മകനിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്നാണ് അമ്മ പ്രതികരിച്ചത്. 2014-ലാണ് പ്രജിൻ മെഡിക്കൽ പഠനത്തിനായി ചൈനയിലെ വുഹാൻ സിറ്റിയിൽ എത്തുന്നത്. കൊച്ചിയിലെ ഒരു ഏജൻസി വഴിയാണ് ചൈനയിൽ പോയത്. എന്നാൽ കോവിഡ് കാലത്ത് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പ്രജിൻ നാട്ടിലേക്ക് മടങ്ങി. അവസാന വർഷ പരീക്ഷയ്ക്ക് അടയ്ക്കാനിരുന്ന ഫീസ് ഏജൻസി വഴി അടച്ചു എങ്കിലും അത് കോളേജിന് ലഭിച്ചില്ല എന്ന കാരണത്താൽ പ്രജിന് പരീക്ഷ എഴുതാനും കഴിഞ്ഞില്ല. ഏജൻസിക്കെതിരെ DGPക്കും SP-ക്കും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പ്രജിൻ പരാതിയും നൽകിയിരുന്നു. കഴിഞ്ഞ 7 വർഷത്തിലധികമായി തങ്ങൾ മകൻ പ്രജിനെ ഭയന്നാണ് ജീവിച്ചത് എന്നാണ് അമ്മ സുഷമ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രജിനിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. മുറിയിൽ നിന്നും ഓം പോലെയുള്ള ശബ്ദം കേൾക്കുമായിരുന്നുവെന്നും മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല എന്നും സുഷമ പറയുകയാണ്. കൊലപാതകത്തിന് ശേഷമാണ് ബ്ലാക്ക് മാജിക് ആണെന്നത് അറിഞ്ഞതെന്നും അവർ കൂട്ടിച്ചേർത്തു. മെഡിക്കൽ പഠനത്തിന് ശേഷമാണ് സിനിമാ പഠനവുമായി ബന്ധപ്പെട്ട പ്രജിൻ തിരിഞ്ഞത്. അഭിനയിക്കണമെന്ന മോഹവുമായി ഒടുവിൽ കൊച്ചിയിലെ നിയോ ഫിലിം ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സ്കൂളിലാണ് എത്തിപ്പെട്ടത്. കൊച്ചിയിൽ നിന്നും മടങ്ങിയെത്തിയ മകൻ അധികം പിന്നീട് സംസാരിക്കാതെയായി. എന്ത് ചോദിച്ചാലും ദേഷ്യം എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തി. എന്തു പറ്റിയെന്ന് മകനോട് ചോദിച്ചെങ്കിലും ഇതിനുള്ള ഉത്തരങ്ങൾ കിട്ടിയില്ല. പ്രജിന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് തന്നെയാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ബ്ലാക്ക് മാജിക് ആണെന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകളാണ് ഇപ്പോൾ പരമാവധി തേടുന്നത്. പ്രജിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്യുകയാണ്.